അമീർഖാനൊക്കെ ഒരു രക്ഷയില്ല, ഒടുക്കത്തെ സ്വാഗാണ്. നാഗാർജുന ഒരു രക്ഷയില്ല. ഇത്ര നെഗറ്റീവിന്റെ ഒന്നും ആവശ്യമില്ല. ഇന്നലെ റിവ്യൂ കണ്ടപ്പോൾ ഇത്ര നെഗറ്റീവ് ഒന്നും ഇല്ലായിരുന്നു. കൊള്ളാം. തിങ്കളാഴ്ച ഓണപരീക്ഷ ഓടാൻ പോകണം, അതിന് വരെ വീട്ടിൽ അടി ഉണ്ടായി ഒരു വാക്കി കൊള്ളത്തില്ല. ഇത് സുമ്മാ ഹോബിക്കാക പറഞ്ഞ 100% പ്രൊഫഷണൽ. മനസ്സിലായോ? അമീർ ഖാന്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നിയിട്ടില്ല ബ്രോ. കാര്യം ഇല്ലെങ്കിലും പടം പോയേനെ. പിന്നെ ഒരു ഹിന്ദി പ്രൊമോഷൻ എന്ന രീതിക്ക് കൊണ്ടുവന്നതാണെങ്കിലും കൊള്ളാം, കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. അമീർ ഖാന്റെ ആ ഒരു സംഭവം ചെയ്തു വെച്ചിരിക്കുന്ന നൈസായിട്ട് ചെയ്തിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടുണ്ട്. ഫ്ലാഷ് ബാക്ക് ഒരു രക്ഷയില്ല ബ്രോ, കിടിലുമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സിനിമ ഫുള്ള് തന്ന ഹൈപ്പിനെയും കാട്ടി ഫ്ലാഷ് ബാക്ക് നമുക്ക് നല്ല രീതിക്ക് തന്നിട്ടുണ്ട്. ഫ്ലാഷ് ബാക്ക് പൊളിയാണ്. ഫസ്റ്റ് ദിവസമാണ് എക്സ്പെക്ടേഷൻ, ആ ഒരു ഇതിൽ വന്ന് കണ്ടവർക്ക് പടം നെഗറ്റീവായിട്ട് തോന്നും. ഹൈപ്പില്ലാതെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ല പടമാണ്, എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ബ്രോ. സൂപ്പർ പടം, ഒരു രക്ഷയില്ല, അടിപൊളി. 3 പേര് സൂപ്പറായിട്ടുണ്ട്, എല്ലാവരും ഉണ്ട്. രജനീകാന്ത് അടിപൊളി, അമീർ ഖാൻ സൂപ്പർ. അമീർ ഖാനൊക്കെ ഒരു രക്ഷയില്ല, ഒടുക്കത്തെ സ്വാഗാണ്. നാഗാർജുന ഒരു രക്ഷയില്ല, കണ്ടുപോകും, ഒന്നും പറയാനില്ല. റിവ്യൂ ഞാൻ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെയാണ് വന്നത്. സൂപ്പറാണ്, ഒരു രക്ഷയില്ല. സിനിമ കൊള്ളാം, ഇഷ്ടപ്പെട്ടു. മീൻസ് ഇത്ര നെഗറ്റീവിന്റെ ഒന്നും ആവശ്യമില്ല. ഇന്നലെ റിവ്യൂ കണ്ടപ്പോൾ ഇത്ര നെഗറ്റീവ് ഒന്നും ഇല്ലായിരുന്നു. കൊള്ളാം. പിന്നെ ഹൈപ്പ് ഇല്ലാതെ കണ്ട സെറ്റ് സിനിമയാണ്. പിന്നെ 150 റുപ്പീസിനൊക്കെ വർത്താണ്. ക്യാമിയോ അപ്പിയറൻസ് ഒക്കെ ക്യാമിയോ ഒക്കെ കൊള്ളാം. അമീർ ഖാന്റെ അത്ര വലിയ ആവശ്യം ഇല്ലായിരുന്നു. ആമിർ ഖാനാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഇട്ടിരിക്കുന്നത്. ആമിർ ഖാനാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ്. അത് കുറച്ച് സീൻ ആവശ്യമില്ലായിരുന്നു. ഇച്ചിരി ഒരു 8 മിനിറ്റ് ഒക്കെ ഉള്ളൂ. അത് ഇച്ചിരി ആക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷെ അമീർ ഖാൻ ഈ അങ്കമാടി പോകുമ്പോൾ നിക്കറൂട്ട് ഇറങ്ങി എന്നാണ് പറയുന്നത്. സാരമില്ല, പക്ഷെ സിനിമ കണ്ടുപോയിരിക്കാം. ബാക്കി കൊള്ളുമല്ലോ ബ്രോ. ലോകേഷിന് ഇതൊന്നും അല്ല പ്രതീക്ഷ, ഒരു ആവറേജ്. ഇടയ്ക്കിടയ്ക്ക് കൈയടിക്കാനുള്ള സീൻസ് ഉണ്ട്. അല്ല നാഗാർജുനയും കൊള്ളാം, പിന്നെ നാഗാർജുനയും പിന്നെ സൗബിനും കുഴപ്പമില്ല ചെയ്തിട്ടുണ്ട്. ബാക്കി ആരും കൊള്ളത്തില്ല, ഒരു ഇതുമില്ല. ബീജിയം പവർ ഹൗസ് ഒക്കെ ഇറക്കി കിടിലായിരുന്നു. മോണിക്ക ഇതൊന്നും തിയേറ്ററിലായില്ല. പവർ ഹൗസ് പടത്തില്ല, ആ ഫ്ലാഷ് ബാക്ക് കൊള്ളായിരുന്നു. അവിടെ മാത്രം പവർ ഹൗസ് ഇട്ടുണ്ട്. ബാക്കിയെല്ലാം ഏതൊരു വരി ക്ലാസിക്കൽ വെസ്റ്റേൺ മിസ് എന്നൊക്കെ പറഞ്ഞ് അനുരുദ്ധ കേട്ടിട്ടുണ്ട്. ഒരു ആവറേജ് വന്ന് കാണാം. ഞാൻ ഇവിടെ തിങ്കളാഴ്ച ഓണപരീക്ഷ ഓടാൻ പോകണം, അതിന് വരെ വീട്ടിൽ അടി ഉണ്ടായി ഒരു വാക്കി കൊള്ളത്തില്ല. ജസ്റ്റ് ആണെങ്കിൽ രജനീകാന്ത് ഫാൻസിന് ഒട്ടും ഇഷ്ടപ്പെടാമെന്ന് എനിക്ക് തോന്നില്ല. കാരണം രജനീകാന്ത് സാറിൻ്റെ ഒരു സ്വാങ് ഉണ്ട്, അതൊന്നും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെ കൈ അടിക്കുക, അത്രേ ഉള്ളൂ. BGMs ഒന്നും ഏറ്റിട്ടില്ല. ഇത് ലോകേഷിൻ്റെ പടമാണെന്ന് ലാസ്റ്റ് എഴുതി കാണിക്കുമ്പോൾ തോന്നണം. അല്ലെങ്കിൽ ഇത് ലൈക്ക് നമ്മൾ ഇത്ര എക്സ്പെക്ട് ചെയ്ത് വന്ന 1000 കോടി എന്നൊക്കെ പറഞ്ഞ് ഇത്ര ബിൽഡപ്പ്. പിന്നെ റേറ്റഡ്, അതാണ് കോമഡി ബ്രോ. ഇതിന് സത്യം കണ്ടിട്ടോടെ റേറ്റഡ് ഇല്ല ഈ പടത്തെ. അതിന് എന്തിനാണ് അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഫാമിലി ഓഡിയൻസിലും കയറുമായിരുന്നു. ഇപ്പോൾ ആ കളക്ഷനും കൂടെ പോയി. ഇത്രയേ ഉള്ളൂ. ക്യാമിയോ അമീർ ഖാൻ കോമഡിയാണ് ബ്രോ. ലാസ്റ്റ് ഒന്ന് അത് പറഞ്ഞ സങ്കടമായി. അങ്ങനെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒക്കെ എന്ന് പറഞ്ഞാൽ കിടില്ല. ഒരു ഹിന്ദി പടങ്ങളൊക്കെ വെച്ചാൽ അങ്ങനെ വർഷത്തിൽ 2 പടം വെച്ചാൽ ഇത് ഫുള്ള് കോമഡിയായിരുന്നു. ഒരു നിക്കറൊക്കെ ഇട്ട് കുട്ടി നിക്കറിട്ട് വരും, ചിരിക്കാം. പടത്തിൽ കുറെ ഉണ്ട്. പിന്നെ ഉപേന്ദ്രന് ഇൻട്രോ ഉള്ളായിരുന്നു. പിന്നെ സ്ലോ മോഷൻ, ഫുൾ അടി സ്ലോ മോഷൻ ആക്കി വെച്ചിട്ടുണ്ട്. ഒരുമാതിരി നമ്മളെ ഒട്ട് ലോകേഷ് പടമല്ലേ ഇത്, വേറെ ആരും എടുത്തോല്ലോ ബ്രോ. എന്താണ് ഇഷ്ടപ്പെട്ടെന്താ പടത്തിൽ പറയാൻ? സെക്കൻഡ് ഹാഫും കൂടെ എങ്ങനെയുണ്ട്? ക്യാമിയോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അമീർ ഖാന്റെ ക്യാമിയോ ആണ്, അത് കൊള്ളാം, നന്നായിട്ടിരിപ്പുണ്ട്. സെക്കൻഡ് ഹാഫ് ആവറേജ് എന്നാണ് എല്ലാവരും പൊതുവെ പറഞ്ഞത്, പക്ഷേ സെക്കൻഡ് ഹാഫ് കൊള്ളാം. ഇന്നലെ ഒരുപാട് നെഗറ്റീവ് ഒക്കെ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തോന്നിയായിരുന്നു? പ്രത്യേകിച്ച് ആമിർ ഖാന്റെ റോളിനാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വന്നത്. കുറവാണ് പുള്ളിക്കാരൻ്റെ, പക്ഷെ കൊള്ളായിട്ട് തോന്നി. എങ്ങനെയുണ്ട് സിനിമ? നല്ല നോക്കിക്കോളാം. എന്താണ് ഇഷ്ടപ്പെട്ട എന്തോ പടത്തിൽ? ഇന്നലെയൊക്കെ ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു. അപ്പോൾ ഇല്ല, അവരെല്ലാവരും ഈ LCUവിന്റെ ആ ഒരു പാട്ടായിരുന്നു വിചാരിച്ചായിരിക്കും നെഗറ്റീവായിട്ട് പറഞ്ഞത്. പക്ഷെ ഒരു സ്റ്റാൻഡേർഡ് മൂവി കൊള്ളാം. പ്രതീക്ഷകൾ കൂടിപ്പോയതിന്റെ എനിക്ക് പ്രതീക്ഷയിലേതും ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് പെർഫോമൻസ്? എങ്ങനെയുണ്ട്? കൊള്ളാം, അടിപൊളി. ക്യാമിയോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമ കുഴപ്പമില്ല. എന്താണ് ഇഷ്ടപ്പെട്ട എന്തോ പടത്തിൽ പറയാനായിട്ട്? ലാസ്റ്റ് വെച്ചിട്ട് ആക്ഷനൊക്കെ കൊള്ളായിരുന്നു, എങ്ങനെയുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആക്ഷനും മ്യൂസിക് അടിപൊളിയായിരുന്നു. പൊളിയായിരുന്നു, കൊള്ളാം. അവസാനം വരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ലാഗൊന്നുമില്ല. ഇതിൻ്റെ BGM അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെയുണ്ട് ആക്ഷനൊക്കെ? ആക്ഷൻ പൊളിയാണ്. ഷൗബിനാണ് കുറച്ചും കൂടെ പൊളിയായിട്ടുള്ളത്. റിവ്യൂ ഇന്നലെ കേട്ടായിരുന്നു. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ അല്ലേ. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. കാണാൻ തിയേറ്ററിൽ കാണാൻ പറ്റിയ പടം പൊളിയായിരുന്നു. കൊള്ളാം, നല്ല സംതിങ് വാസ് മിസ്സിംഗ്. ലോകേഷിന്റെ എല്ലാ പടം വെച്ച് നോക്കുമ്പോൾ അത്ര ആയില്ലെങ്കിലും, പക്ഷേ ലോക്കി പടം എന്ന് വിചാരിക്കാതെ രജനി പടം എന്ന് പറഞ്ഞ് കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പക്ഷേ ലോകേഷിന്റെ ഓൾമോസ്റ്റ് പടം വെച്ച് നോക്കുമ്പോൾ ഒന്നും LCU വെച്ചൊന്നും നമുക്ക് പോയാൽ, പക്ഷേ അനിരുദ്ധിന്റെ BGMഉം ബാക്ക്ഗ്രൗണ്ട് സ്കോറെല്ലാം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് എഫേർട്ട് ഇട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. പിന്നെ എല്ലാം അമീർ ഖാൻ ആയാലും നാഗാർജുന ആയാലും സൗബിനായാലും നല്ല രീതിക്ക് തന്നെ നല്ല വൃത്തിക്ക് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അനിയുടെ ഒരു
ബോണി തന്നെ ഈ പടത്തിലുണ്ട്. ബാക്ക് ബോണി തന്നെ അനി നല്ല രീതിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ലോകേഷിന്റെ സ്ക്രീൻ പ്രസൻസ് എല്ലാം നന്നായി. എങ്ങനെയുണ്ട് ആമിർ ഖാൻ? എങ്ങനെയുണ്ടായിരുന്നു? ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വന്നത് ആമിർ ഖാനാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? അമീർ ഖാൻ കുഴപ്പമില്ല, ക്യാമിയോ വെച്ച് നോക്കുമ്പോഴും ജസ്റ്റ് ഒന്നും ഇത് കാണിച്ചിട്ട് അമീർ ഖാൻ വലിയ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്.